ലൈഫ് എക്സ്പെക്ടൻസി ഓഫ് ലിവർ സെൽസ് 200 to 400 days ആണ്. അപ്പൊ നിങ്ങളുടെ കരളിനൊരു രോഗമെന്ന് നിങ്ങൾ പറയുന്നത് എന്താണ്? കരളിലെ കോടാനുകോടി കോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റണില്ല, അല്ലെങ്കിൽ ആ കോശങ്ങൾ ചീത്തയായിപ്പോയി, അല്ലെങ്കിൽ ആ കോശങ്ങൾ ജനിച്ചത് തന്നെ വടികുത്തി പിടിച്ച അപ്പൂപ്പൻ പരുവത്തിൽ അമ്മൂമ്മ പരുവത്തിലാണ്. ഇതിനെയാണ് നിങ്ങൾ രോഗം എന്ന് പറയുന്നത്. നിങ്ങൾ കഴിച്ച ചാരായം കാരണം കരളിലെ കുറെ കോടി കോശങ്ങൾ കരിഞ്ഞുപോയി, അല്ലെങ്കിൽ കുറെ കൂടെ വലുതായി അവർ കൊടുത്തു, കൂടുതൽ വിഷം വരുന്നുണ്ട്, അതുകൊണ്ട് മുറി കൂടുതൽ അവർ പണിതു. 200-400 ദിവസം നിങ്ങൾ വിശുദ്ധ ഭക്ഷണം മാത്രം, അശുദ്ധ ഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കി ശുദ്ധാഹാരം കഴിച്ചാൽ ഇന്നുള്ള കരള്, ഇന്നീ തടിക്ക് വിനാശവും, ഇന്നുള്ള കരള് ചത്തുപോയി 400 ദിവസം കൊണ്ട് പിന്നെ പുതിയ കരളുണ്ടാവണം. പക്ഷേ ഒരു ഘട്ടത്തിൽ കൂടുതൽ കരൾ മോശമായി പോയി കഴിഞ്ഞാൽ ഇതിനെ എന്താണ് തച്ച് തകർത്ത് പൊടിയാക്കി വേറെ ഒരെണ്ണം ഉണ്ടാക്കാന്നേ പ്രകൃതി കരുതുള്ളൂ. റിപ്പയർ ചെയ്തെടുക്കാവുന്നതിനൊരു പരിധിയുണ്ട്. ആ പരിധിക്ക് അപ്പുറം നമ്മുടെ ശരീരം മോശമായി കഴിഞ്ഞാൽ, വിഷലിപ്തമായി കഴിഞ്ഞാൽ, രക്തം ദുഷിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ നേരെയാക്കിയെടുക്കാൻ പ്രകൃതിക്കും പറ്റത്തില്ല. എല്ലാ രോഗങ്ങളും പ്രകൃതി ചികിത്സയിൽ സുഖപ്പെടുത്തിയെടുക്കാൻ പറ്റും. എല്ലാ രോഗവും പ്രകൃതി ജീവനത്തിൽ സുഖപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. പക്ഷേ എല്ലാ രോഗികളെയും സുഖപ്പെടുത്താൻ പറ്റില്ല. എന്താ കാരണം? എന്താ? എല്ലാ രോഗത്തെയും സുഖപ്പെടുത്താൻ പറ്റും, എല്ലാ രോഗികളെയും സുഖപ്പെടുത്താൻ പറ്റാത്തത് എന്താ? എങ്ങനെയെങ്കിലും ഒന്ന് ചത്താ മതി, ആത്മഹത്യ ചെയ്യാൻ ധൈര്യമില്ല, എങ്ങനെയെങ്കിലും ഒരു ചത്താ മതി എന്ന് കരുതി നടക്കണ മനുഷ്യരുണ്ട്. കടം കയറി മുറിഞ്ഞിട്ട് അങ്ങോട്ടും തിരിയാൻ പാടില്ല, ഇങ്ങോട്ടും തിരിച്ച് എത്തി നോട്ടീസും കൂടെ വന്ന് ഒരു സ്ട്രോക്ക് വന്ന് എന്തൊരു അനുഗ്രഹമായി, ഭാഗ്യമായി. ആരും കയറിയിട്ട് ഇനി കടം കഴിച്ചത് ചോദിക്കില്ലല്ലോ. ICUയിൽ കയറിയിട്ട് ആരെങ്കിലും ചോദിക്കുമോ? ബാങ്കുകാർ വന്ന് ജപ്തി ചെയ്ത് കൊണ്ടുപോയി, സഹതാപം കിട്ടി. ഓ പാവം, സ്ട്രോക്ക് വന്ന് വീണപ്പോൾ എല്ലാം കൂടെ പോയി. അതിന് 4 വർഷം മുമ്പ് തന്നെ കടക്കണിയിലാണെന്നുള്ളത് നാട്ടുകാരറിയില്ല. രോഗം പലരും താലോലിച്ചു കൊണ്ട് നടക്കുന്നതാണ്. ഭർത്താവിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഭാര്യ ഒരു നടുവേദന പറഞ്ഞ് 10 ദിവസം പറയുന്നതിനൊരു ഫലമുണ്ട്. നിങ്ങളുടെ വാക്കുകൾക്ക് ആന്തരികമായി കൂടി ഫലമുണ്ട്. നമുക്ക് ഏത് രോഗമുണ്ടെങ്കിലും അത് ശരീരം മൊത്തം പങ്കെടുക്കുന്ന, ശരീരത്തിന് മൊത്തം ബാധകമായ രോഗമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. എവിടെയെങ്കിലും ഒരു മുഴ വന്നിട്ടുണ്ടെങ്കിൽ മുഴ വരാവുന്ന രീതിയിൽ ശരീരം മാറിയിരിക്കുന്നു എന്നർത്ഥം കാണണം. ഒരിടത്തൊരു ചുണങ്ങുണ്ടെങ്കിൽ ചുണങ്ങിനെ ചെറുക്കാൻ ആ ശരീരത്തിന് കഴിയുന്നില്ല, ശരീരത്തിൻ്റെ ചെറുക്കാനുള്ള കഴിവിനെ അപ്പുറത്തേക്ക് അത് വന്നിരിക്കുന്നു. യഥാർത്ഥത്തിൽ അതിൻ്റെ കാരണം ടോക്സിസിറ്റിയാണ്, ശരീരം പുറന്തള്ളാൻ ശ്രമിക്കുന്നതാണ്. കരളിലേക്ക് പോയി കഴിഞ്ഞാൽ കരളിന് നാശം വരും, വൃക്കയിലേക്ക് പോയാൽ വൃക്കയ്ക്ക് നാശം വരും. അതിനെ ത്വക്കിലൂടെ കളയുന്നതാണ് ത്വക്ക് രോഗങ്ങൾ. വാസ്തവത്തിൽ അത് അനുഗ്രഹമാണ്. അപ്പോൾ രോഗങ്ങളെ അതിൻ്റെ ഒരു അനുഗ്രഹ തലം അതിനുണ്ട്, ആ തലത്തിൽ കാണണം. രോഗത്തെ ശത്രുവായി കണ്ട് ആക്രമിക്കുകയാണ്, ഒരു യുദ്ധമാണ് രോഗത്തോട് അലോപ്പതി നടത്തുന്നത്. യുദ്ധങ്ങളിൽ ഉപയോഗിച്ച ആ വാർ വെപ്പൺസ് ആണ് പിന്നീട് മരുന്നായിട്ട് 1-ാം ലോകമഹായുദ്ധ കാലത്ത് ഉപയോഗിച്ച രാസായുധങ്ങൾ പലതും കീടനാശിനികളായി. റൗണ്ട് അപ്പ്, ഏജന്റ് ഓറഞ്ച് എന്ന് പറഞ്ഞ് വിയറ്റ്നാമിലെ കാട് കരിക്കാൻ ഉപയോഗിച്ച സാധനമാണ് പിന്നീട് മൊൺസാൻറ്റോ റൗണ്ട് അപ്പായിട്ട് ലോകമൊട്ടാകെ കൃഷി നന്നാക്കാൻ വേണ്ടി തന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഈ മരുന്നുകൾ, കീടനാശിനി കമ്പനികളും ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളും ഒരേ കെമിക്കലുകൾ തന്നെയാണ് വാങ്ങിക്കൂട്ടുന്നത്. ഞാൻ ഒരിക്കൽ തായ്ലാൻഡിലെ ക്യാമ്പ് കഴിഞ്ഞ് വരുന്ന ഫ്ലൈറ്റിൽ എൻ്റെ അടുത്തിരുന്ന ചെറുപ്പക്കാരൻ മദ്രാസിൽ ഒരു കെമിക്കൽ ഡിസ്ട്രിബ്യൂട്ടറാണ്. അപ്പം അയാളുമായിട്ട് ഞാൻ സംസാരിച്ച് വന്നപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ പലപ്പോഴും വണ്ടറടിക്കാറുണ്ട്, ഈ കീടനാശിനി കമ്പനികളും മരുന്ന് കമ്പനികളും ഒരേ കെമിക്കലാണ് എൻ്റെ അടുത്ത് നിന്ന് വാങ്ങുന്നത്, എന്താണെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ഇപ്പോഴാണ് മനസ്സിലായത്. കാരണം ഞാൻ പറഞ്ഞു, സസ്യങ്ങളുടെ രോഗത്തിനുള്ള ഇംഗ്ലീഷ് മരുന്നാണ് കീടനാശിനി, സസ്യങ്ങളുടെ രോഗത്തിനുള്ള മരുന്നാണ് കീടനാശിനി. മനുഷ്യന്റെ രോഗത്തിനുള്ള കീടനാശിനിയാണ് ഇംഗ്ലീഷ് മരുന്ന്.
സെയിം സാധനമാണ്. ബയർ കമ്പനി ഒരു കൈ കൊണ്ട് കീടനാശിനി ഉണ്ടാക്കുന്നുണ്ട്, മറ്റേ കൈ കൊണ്ട് മരുന്ന് ഉണ്ടാക്കുന്നുണ്ട്. ജോൺസൺ ആൻഡ് ജോൺസൺ ക്യാൻസർ ആൻഡ് ക്യാൻസർ, ആ പേര് ഞാൻ ഇങ്ങനെ അല്ലാണ്ട് പറയാറില്ല. അമേരിക്കയിൽ ജോൺസന്റെ കമ്പനി തീർന്നു. ക്യാൻസർ പിടിച്ച ജോൺസന്റെ ബേബി പൗഡർ ഉപയോഗിച്ചിട്ട് ജെനിറ്റൽ ഏരിയയിൽ ക്യാൻസർ പിടിച്ച ജാക്വലിൻ ഫോക്സിന് $75 മില്യൺ പിഴയാണ് ആദ്യത്തെ വിധി വന്നത്. അതിനുശേഷം നിരവധി വിധികൾ വന്നു. കണ്ണീച്ചോരയില്ലാത്ത ദുഷ്ടന്മാരാണ് ഈ മരുന്ന് കമ്പനിക്കാർ. ഭൂതപ്രേത പിശാചുക്കളൊക്കെ രോഗം ഉണ്ടാക്കും. കണ്ണി കാണാൻ വയ്യാത്ത ബാക്ടീരിയ, അമീബ, വൈറസ്. എന്നാൽ മനുഷ്യൻ, ഈ മലയാളിക്ക് തലയ്ക്ക് അല്പമെങ്കിലും വിവരം ഉണ്ടായിരുന്നെങ്കിൽ, ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ, ഏതോ സിനിമയിൽ ഫിലോമിന പറയണുണ്ടല്ലോ, ഇവന് അല്പമെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതുപോലും ഇല്ലല്ലോ മലയാളിക്ക്. പോത്ത്, എരുമ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നുണ്ട്. അതുങ്ങളുടെ ഒന്നും തലച്ചോറ് ഇതുവരെ അമീബ നിന്നിട്ടില്ല. അയ്യോ, ഇങ്ങനെ ഞങ്ങൾ ആലോചിച്ചില്ല അല്ലേ? വെള്ളത്തിൽ കിടക്കണ മീന്, തവള, പാമ്പ്, ഇതിൻ്റെ ഒന്നും തലച്ചോറ് തിന്നൂല്ലേ? അമീബയ്ക്ക് മനുഷ്യന്റെ തലച്ചോറ് മാത്രമേ ഇഷ്ടമുള്ളൂ. മനുഷ്യനോട് എന്താ അമീബയ്ക്ക് വല്ല ജന്മവൈരാഗ്യം ഉണ്ടോ? പിന്നെ മനുഷ്യന്റെ തലച്ചോറ് തിന്നാ പാമ്പിന്റെയും തവളയുടെയും തലച്ചോറ് പോലെ അല്ല. ചില മനുഷ്യരുടെയൊക്കെ തലച്ചോറ് തിന്നു കഴിഞ്ഞാൽ അമീബയ്ക്ക് ഒരു കിക്ക് കിട്ടും. ബിവറേജിന് മുമ്പിൽ പോയി കൊടുക്കാൻ അമീബയുടെ അടുത്ത് കാശില്ലല്ലോ, അവിടെ ക്യൂ നിൽക്കുകയും വേണം. അതുകൊണ്ട് ചില മനുഷ്യരുടെ തലച്ചോറ് തിന്നുമ്പോൾ ചാരായം കുടിച്ച ഫലം കിട്ടും. ചില മനുഷ്യരുടെ തലച്ചോറാണ് തിന്നുന്നതെങ്കിൽ അച്ചാറ് തിന്നിട്ട് ഉള്ളൊരു അമീബ പറയും ഭേഷായിരിക്കണം കേട്ടോ എന്ന് പറയും. അങ്ങനെ വല്ല പ്രത്യേകത ഉള്ളതുകൊണ്ടാണോ ഈ അമീബ മനുഷ്യന്റെ തലച്ചോറ് തിന്നാനേ? ഇതുപോലൊരു പമ്പര വിഡ്ഢിത്തം പറയാൻ ആർക്കാ പറ്റുക? ഈ കരിയറിസ്റ്റ് ശാസ്ത്രജ്ഞന്മാർക്കല്ലാതെ, കരിയറിസ്റ്റ് ഫണ്ട് വാങ്ങി ശാസ്ത്രജ്ഞന്മാർക്കല്ലാതെ ഇതുപോലൊരു അസംബന്ധം പൊതുജനമധ്യത്തിൽ എഴുന്നള്ളിക്കാൻ അമീബ കയറിത്താൽ. അപ്പൊ പറയും ഞങ്ങള് സ്പൈനൽ ഫ്ലൂയിഡ് എടുത്ത് നോക്കിയപ്പോൾ അതിൽ അമീബ ഉണ്ടായിരുന്നു, ബാക്ടീരിയ ഒക്കെ ഉണ്ടാവും. ഈ പ്രപഞ്ചത്തിലുള്ളതിൽ എല്ലാ ജീവജാലങ്ങളും ഒക്കെ എവിടെയും കയറിയെന്ന് വരും. നിങ്ങളുടെ റെസിസ്റ്റൻസ് പവർ മുഴുവൻ പോയി കഴിഞ്ഞാൽ നിങ്ങളെ തിന്നും. നിങ്ങളെ തിന്നാൻ പുറത്തുനിന്ന് ആൾ വരണോ? ഈ പ്രാണൻ എന്ന് പറയുന്ന നിങ്ങളുടെ ഇലക്ട്രിക് പവർ അങ്ങ് പോയി കഴിഞ്ഞാൽ ഇതിനെ തിന്നാനുള്ള ആളുകൾ ഇതിനുള്ളിൽ തന്നെ ഇരിപ്പുണ്ട്. പുഴുക്കള്, ഈ സൂക്ഷ്മജീവികളെല്ലാം ഇതിനെ തിന്ന് ദൃശ്യരൂപത്തിലേക്ക് വന്ന് പുഴുക്കളായി മാറി. ഇത് ചീഞ്ഞ് എല്ല് മാത്രമായിട്ട് കിടക്കുകയല്ലേ. അതുകൊണ്ട് അതാണ് രോഗം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ അസംബന്ധമാണ്. അതെല്ലാം സെക്കൻഡറി ഫാക്ടറാണ്. രോഗമാണ് രോഗാണുക്കളെ ഉണ്ടാക്കുന്നത്. രോഗാണുക്കളല്ല രോഗം ഉണ്ടാക്കുന്നത്, രോഗമാണ് രോഗാണുക്കളെ ഉണ്ടാക്കുന്നത്. നിങ്ങളൊരു നല്ല റബ്ബറിന്റെ ട്യൂബ് എടുത്തിട്ട് ഈ കൈ ഇവിടെ അങ്ങോട്ട് കെട്ടണം. ഈ പ്രഷർ നോക്കാൻ നേരത്തൊരു അത് നന്നായിട്ട് മുറുക്കി അങ്ങ് കെട്ടണം. ഒട്ടും അയച്ചിൽ ഇടരുത്. കുറച്ച് കഴിയുമ്പോൾ കൈ ഇങ്ങനെ വിങ്ങാൻ തുടങ്ങും. അപ്പോഴും അഴിക്കരുത് കേട്ടോ. കുറച്ച് നേരം കൂടെ കഴിയുമ്പോൾ നല്ല വേദന എടുക്കാൻ തുടങ്ങും. അപ്പോഴും അഴിക്കരുത്. പിന്നെ വേദനയൊക്കെ മാറി സുഖമായൊരവസ്ഥ കൈക്ക് വരും. ഇങ്ങനെ കിടന്ന് ആടിക്കോളും. ജീവിച്ചിരിക്കുന്ന നിങ്ങളുടെ കൈ മരിച്ചു. ആ രക്തയോട്ടം പോയ ഭാഗം മരിച്ചു, അവിടെ കിടക്കും, ചീഞ്ഞൊന്നും പോവില്ലായിരിക്കും. എങ്ങനെ? എന്തുകൊണ്ട്? ഇത് ചില മരുന്നുകൾ, നിങ്ങളുടെ പല മരുന്നുകളും പലതും ബ്ലോക്ക് ചെയ്തിട്ടാണ് ഈ നാടകം നടത്തി തരുന്നത്. ഇപ്പൊ BP മരുന്ന് കഴിക്കുന്നവർ പലരും ഇതിലുണ്ടാവും. BP മരുന്ന് കഴിക്കുന്ന ആളുകൾ ബീറ്റാ ബ്ലോക്കറാണ് ഞാൻ കഴിക്കുന്നത്. എന്താണ് ബീറ്റാ ബ്ലോക്കർ? അലോപ്പതിക്കാരന് കാഞ്ഞ ബുദ്ധിയാണ്, ശാസ്ത്രീയ ബുദ്ധിയാണ്. റിസർച്ച് നടത്തിയിട്ടാണ് ഇതൊക്കെ കണ്ടുപിടിക്കുന്നത്. അവൻ റിസർച്ച് നടത്തി അവന് മനസ്സിലായി BP കൂടി നിൽക്കുന്നത് ഹാർട്ട് കൂടുതൽ പമ്പ് ചെയ്യുന്നത് കൊണ്ടാണ്. കണ്ടുപിടിച്ചു, ഭയങ്കര കണ്ടുപിടുത്തമാണ്. അപ്പൊ BP കുറയാൻ എന്ത് ചെയ്യണം? എന്ത് വേണം? ഹാർട്ട് ബീറ്റ് കുറപ്പിച്ചാൽ മതി. അവൻ ബീറ്റാ ബ്ലോക്കർ തന്ന് വിജയകരമായി ഹാർട്ടിന്റെ ബീറ്റ് കുറപ്പിച്ചു.
BP കുറഞ്ഞു, നിങ്ങൾക്ക് സന്തോഷമായി. പക്ഷെ നിങ്ങളെ ഒരു നായ കടിക്കാൻ ഓടിച്ചിടുമ്പോഴോ മരുന്ന് ബീറ്റ് കൂട്ടാതിരിക്കാൻ പിടിച്ചവിടെ അറസ്റ്റ് ചെയ്ത് വെച്ചേക്കുകയാണ്. നിങ്ങളെവിടെയെങ്കിലും കുഴഞ്ഞു വീടുമിരിക്കും. നിങ്ങളൊരു മല കയറുമ്പോൾ, സ്റ്റെപ്പ് കയറുമ്പോൾ തലച്ചോറിന് ആവശ്യത്തിനുള്ള ബ്ലഡ് പമ്പ് ചെയ്യാൻ പറ്റാണ്ട് വരും. അതോടെ നിങ്ങളുടെ കാര്യം, BP മരുന്ന് കഴിക്കുന്നവരുടെ കാര്യം കഷ്ടമാണ്. AC ഇൻഹിബിറ്റേഴ്സ് ആണെങ്കിലും തലച്ചോറിലാണ് ഹാർട്ടിനെ മന്ദഗതിയിലാക്കാനുള്ള നിർദ്ദേശം കൊടുപ്പിക്കുന്ന രീതിയിൽ തലച്ചോറിനെ. അതേപോലെ നിങ്ങൾക്ക് ജലദോഷമുണ്ട്, എങ്ങനെ മാറ്റിത്തരണേ? മൂക്കടപ്പ്, മൂക്ക് ശ്വസിക്കാൻ വയ്യ, ഒറ്റ സൂത്രപ്പണി വലതുകൊണ്ട് എന്താ ചെയ്യണേ? നിങ്ങളുടെ രക്തക്കുഴലിനെ ഒന്ന് ചുരുക്കുന്ന ജോലിയാണ് കഫമരുന്ന് ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് പറ്റും? ഈ മൂക്കിനവിടെ വീർത്തു നിൽക്കുന്നതിനെ മാത്രം ചുരുക്കാനായിട്ട് ഏതെങ്കിലും മരുന്നിന് സാധിക്കുമോ? നിങ്ങളുടെ കിഡ്നിയും ചുരുങ്ങിയെന്ന് വരും, ശ്വാസകോശവും ചുരുങ്ങിയെന്ന് വരും, ചിലപ്പോൾ ഹൃദയം ചുരുങ്ങിയെന്ന് വരും. ചുരുങ്ങാനുള്ള മരുന്നാണ് കിട്ടിയേക്കണത്. നിങ്ങളുടെ കിഡ്നിയിൽ കല്ല് ഉരുക്കാനായിട്ട് മരുന്നുണ്ട്. കല്ലുരുക്കുന്നത് എല്ലിനെയും ഉരുക്കും. കല്ലിനെ ഉരുക്കാൻ കഴിയുമെങ്കിൽ എല്ലിനെ ഉരുക്കാൻ പറ്റും. പ്രമേഹത്തിന് നിങ്ങൾ ചികിത്സയ്ക്ക് പോകുന്നു, പ്രമേഹം 200 നിങ്ങൾക്ക് മരുന്ന് കിട്ടി. എന്തിനാ കിട്ടിയത്? ഷുഗർ കുറയ്ക്കാനുള്ള മരുന്നാണ് കിട്ടിയത്. ആ മരുന്ന് കഴിച്ചപ്പോൾ ഷുഗർ കുറയുന്നുണ്ട്. ഇനി പ്രമേഹ രോഗിക്ക് ഷുഗർ കുറയാനുള്ള മരുന്ന് കിട്ടിയിട്ട് എന്ത് കാര്യമുണ്ട്? എന്ത് വെച്ചോണ്ട്? തനി പ്രാന്തല്ലേ അത്? വിഡ്ഢിത്തമല്ലേ? എന്തായാലും തിന്നാൻ പോണ കണ്ണുവീഴ്ച പോകണോടോ. പ്രമേഹ രോഗത്തിന് ഷുഗർ കുറയ്ക്കാനുള്ള മരുന്ന് കൊടുക്കുന്നത് വിവേകമാണോ, ബുദ്ധിയാണോ, ശാസ്ത്രമാണോ, വൈദ്യമാണോ, ചികിത്സയാണോ എന്നാണ് എൻ്റെ ചോദ്യം. എന്താണ് ഉത്തരം? ചിന്താശേഷി നമ്മൾ ഈ പണയം വെച്ചേക്കുകയാണ്. ടീച്ചർ അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് എന്തൊക്കെ എഴുതണോ അത് മുഴുവൻ പകർത്തി എഴുതി മാർക്കും മേടിച്ച് പരീക്ഷ പാസ്സായവരല്ലേ വിദ്യാസമ്പന്നരായ എഡ്യൂക്കേറ്റഡ് ഫൂൾസ്. വെൽ എഡ്യൂക്കേറ്റഡ് ഫൂൾസ് അല്ല, ഇൽ എഡ്യൂക്കേറ്റഡ് ഫൂൾസ്. പ്രമേഹം എന്ന് പറഞ്ഞാൽ പാൻക്രിയാസ് ശരിക്കും പ്രവർത്തിക്കുന്നില്ല, അതിനെന്തോ കേടുണ്ട്. അതുകൊണ്ട് ഇൻസുലിൻ വേണ്ടത്ര ഉണ്ടാവണില്ല. ആ ഇൻസുലിൻ്റെ ക്വാളിറ്റിയും കുറവാണ്. അതുകൊണ്ട് കഴിക്കുന്ന ആഹാരത്തിലെ ഷുഗറിനെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കാൻ കഴിയാതെ വരുന്നതാണ് രക്തത്തിൽ ഷുഗർ കൂടുന്നതിനിടയാക്കുന്നത്. മൂത്രത്തിലൂടെ ഇത് തുരുതുരാ വലിച്ചു കളയേണ്ട അവസ്ഥ ഉണ്ടാക്കുന്ന പ്രമേഹം. അതിൻ്റെ അടുത്ത സ്റ്റേജാണ് മധുമേഹം. മൂത്രം തേൻ പോലെയാകുന്നു, ഉറുമ്പൊക്കെ വരുന്നു. ചികിത്സ വേണ്ടത് പാൻക്രിയാസിന് വയ്യ, കേട് പറ്റിയിട്ടുണ്ട്, ഇൻസുലിൻ വേണ്ടത്ര ഇല്ല, അതുകൊണ്ട് ഷുഗർ കൂടുന്നു. ശാസ്ത്രീയമായ ചികിത്സ ഷുഗർ കുറയ്ക്കുക, ഷുഗർ കുറയ്ക്കുക, ഷുഗർ കുറച്ചുകൊണ്ടേയിരിക്കുക. എന്നെങ്കിലും നിർത്താൻ പറ്റുമോ? നടത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? ഈ ഷുഗർ കുറയ്ക്കാനുള്ള മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കണ്ണ് ചീത്തയാകും. അപ്പോൾ അതിനെ റെറ്റിനോപ്പതി എന്ന് പറയും. വൃക്കയ്ക്ക് കേടുവരും, അപ്പോൾ നെഫ്രോപ്പതി എന്ന് പറയും. കാലിന് മരവിപ്പ് വരും, ന്യൂറോപ്പതി എന്ന് പറയും. സെക്ഷൽ വീക്ക്നെസ് വരും. എല്ലാറ്റിനും പിന്നെയും മരുന്ന് കിട്ടും. അടിസ്ഥാന കാരണം എന്താണ്? നിങ്ങൾ ഈ ഷുഗറിന് ചികിത്സിക്കണോ അതോ നിങ്ങളുടെ പാൻക്രിയാസിനെ ശക്തിപ്പെടുത്താൻ ചികിത്സിക്കണോ? ഏത് വേണം? അപ്പം നിങ്ങൾ നിങ്ങളുടെ പാൻക്രിയാസിനെ നന്നാക്കി എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മാസം കിട്ടണ 1500 രൂപ പോവില്ലേ? നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഞങ്ങൾ റിക്രൂട്ട് ചെയ്തിരിക്കുന്നു. ഞങ്ങളുടെ ആശുപത്രിയുടെ, ഞങ്ങളുടെ ഡോക്ടറുടെ ചാർട്ടിൽ, കമ്പ്യൂട്ടറിൽ ചികിത്സിക്കുന്ന 1000 രോഗികളുടെ, പ്രമേഹ രോഗികളുടെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ മരുന്ന് കമ്പനിയിൽ നിന്ന് സ്പെഷ്യൽ ഓഫറുകളുണ്ട്. നിങ്ങളെ രക്ഷപ്പെടാൻ ഞങ്ങൾ സമ്മതിക്കുകയല്ല. ഞങ്ങൾ ഷുഗറിനെ ചികിത്സിക്കുള്ളൂ, പാൻക്രിയാസ് നന്നാക്കാൻ ചികിത്സിക്കുകയല്ല. ഹാർട്ടിന് ബ്ലോക്ക് എന്താണ് ചികിത്സ? ഒരു കമ്പ് കുത്തിക്കയറ്റിയിട്ട് അവിടെ ഒന്ന് വലുതാക്കി ആ ബ്ലോക്ക് കുത്തി ഇളക്കാം, അല്ലെങ്കിൽ ഒരു ബലൂൺ വെച്ച് കൊടുത്ത് വീർപ്പിച്ച് വിടാം.
എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ബ്ലോക്ക് ഉണ്ടായത്? ആ കാരണം മാറ്റാത്തിടത്തോളം അടുത്ത ബ്ലോക്ക് നിങ്ങൾക്ക് ഉണ്ടാകും. അത് ഹാർട്ടിലല്ല എങ്കിൽ തലയിലായിരിക്കും, അതല്ലെങ്കിൽ കാലിലായിരിക്കും. ബ്ലോക്ക് ഉണ്ടാകാനുള്ള കാരണം ഒഴുകുന്ന വെള്ളം ദുഷിച്ചു, രക്തം ദുഷിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ ധമനികൾ വീർത്തു, ഇൻഫ്ലമേഷൻ ഉണ്ടായി. ആ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നത് അത് നിങ്ങളുടെ തെറ്റായ ഭക്ഷണപാനീയങ്ങൾ. നിങ്ങൾ രാത്രി ഉറങ്ങാതിരുന്നാൽ, രാത്രി 12 മണിക്ക് മുമ്പ് എത്ര ഉറങ്ങുന്നോ അത്രയും ആരോഗ്യം. 12 കഴിഞ്ഞ് നിങ്ങൾ എത്ര കൂടുതൽ ഉറങ്ങുന്നോ അത്രയും ക്ഷീണവും നീരുവീഴ്ചയും നീർക്കെട്ടും അനാരോഗ്യവുമാണ്.